പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് അവരുടെ കമ്പ്യൂട്ടറുകൾ, ലാപ്ടോപ്പുകൾ, LED TVs, പ്രിൻ്റർ ഇതൊക്കെ ഇടയ്ക്കിടയ്ക്ക് കംപ്ലൈൻ്റ് ആയി പോകുന്നു, അല്ലെങ്കിൽ കത്തിപ്പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ശരിക്കും അവിടെ ഒരു പ്രശ്നം എന്തായിരുന്നു വെച്ചാൽ അവിടെയൊക്കെ സർജുകളാണ് ഇവിടുത്തെ പ്രശ്നം. നമ്മുടെ ഈ വലിയ ഫാക്ടറികൾ, അതുപോലെ വലിയ ഇലക്ട്രിക്കൽ മോട്ടറുകളൊക്കെ ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന മില്ലുകളൊക്കെ ഉണ്ടല്ലോ, ഇതിൻ്റെയൊക്കെ പരിസര പ്രദേശങ്ങളിലുള്ള ബിൽഡിങ്ങുകളിലാണ് ഈ ഇലക്ട്രിക്കൽ സർജുകൾ ഏറ്റവും അധികം എഫക്റ്റ് ചെയ്യുന്നത്. ഇങ്ങനത്തെ പ്രശ്നങ്ങളിൽ നിന്ന് നമ്മുടെ അപ്ലയൻസിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് നമ്മുടെ ഇലക്ട്രിക് സിസ്റ്റത്തിൽ ഒരു ഡിവൈസ് ആഡ് ചെയ്യേണ്ടതുണ്ട്. ഇത് ഒരു ഇൻഷുർ എടുക്കുന്നത് പോലെയാണ്. ഗുഡ് മോർണിംഗ്, ഞാൻ രൂപേഷ് പൊതാലി, ഇലക്ട്രിക്കൽ കോൺട്രാക്ടർ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം സംസാരിച്ചത് ഒരു പുതിയ ഇലക്ട്രിക് വയറിംഗ് ചെയ്യുമ്പോൾ ഉറപ്പുവരുത്തേണ്ട പ്രധാനപ്പെട്ട 3 സേഫ്റ്റികളെ കുറിച്ചായിരുന്നു. അതിലെ വയറിംഗ് സേഫ്റ്റിയെക്കുറിച്ച് നമ്മൾ സംസാരിച്ചു, അതുപോലെ ഹ്യൂമൻ സേഫ്റ്റിയെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. അപ്പോൾ നമ്മൾ ഇന്ന് പറയുന്നത് അപ്ലയൻസ് സേഫ്റ്റിയെക്കുറിച്ചാണ്. ഞങ്ങൾക്ക് ഏറ്റവും അധികം കോളുകൾ വരുന്നത് ഈ സോഫ്റ്റ്വെയർ കമ്പനികളിൽ നിന്നൊക്കെ ആയിരിക്കും. അവരുടെ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് അവരുടെ കമ്പ്യൂട്ടറുകൾ, ലാപ്ടോപ്പുകൾ, LED TVs, പ്രിൻ്റർ ഇതൊക്കെ ഇടയ്ക്കിടയ്ക്ക് കംപ്ലൈൻ്റ് ആയി പോകുന്നു, അല്ലെങ്കിൽ കത്തിപ്പോകുന്നു എന്നുള്ളതാണ്. ഇത് മഴക്കാലത്താണ് ഇങ്ങനെ സംഭവിക്കുന്നതെങ്കിൽ അവർ പറയും ഇടി വെട്ടി കുറച്ച് കമ്പ്യൂട്ടർ കംപ്ലൈൻ്റ് ആയി കത്തിപ്പോയി എന്നൊക്കെ ആയിരിക്കും പറയുക. എന്നിട്ട് വേനൽക്കാലത്താണ് സംഭവിക്കുന്നതെങ്കിൽ അവരുടെ കമ്പ്യൂട്ടർ ടെക്നീഷ്യന്മാർ വന്ന് നോക്കിയിട്ട് പറയും ഇത് ഇലക്ട്രിക്കലി എന്തോ പ്രശ്നമുണ്ട്, ചിലപ്പോൾ എർത്തിങ്ങും പ്രോപ്പർ ആയിരിക്കില്ല, അതുകൊണ്ടായിരിക്കും ഇങ്ങനെ കംപ്ലൈൻറ്റ് ഉണ്ടാകുന്നതായിരിക്കും. അപ്പോൾ നമ്മളത് പോയി നോക്കുന്ന സമയത്ത് അവിടെ ഇലക്ട്രിക്കലി വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല, എർത്തൊക്കെ പ്രോപ്പർ ആയിരിക്കും. പക്ഷേ എങ്കിലും അവരുടെ ഇത്തരം പ്രശ്നങ്ങൾ അവർക്ക് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ ഈ പരിപാടിക്കുള്ള പല എക്യുപ്മെൻറ്റുകളും പല അപ്ലയൻസുകളും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് കംപ്ലൈൻ്റ് ആകുന്നു. അപ്പോൾ ശരിക്കും അവിടെ ഒരു പ്രശ്നം എന്തായിരുന്നു വെച്ചാൽ അവിടെയൊക്കെ സർജുകളാണ് ഇവിടുത്തെ പ്രശ്നം. സർജുകൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു മൈക്രോ സെക്കൻഡിൽ ഒരു ഹൈ വോൾട്ടേജ് വന്നു പോകുന്നതാണ് സർജ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സർജ് പ്രധാനമായിട്ട് 2 ടൈപ്പിലുള്ള സർജുകളുണ്ട്. ഒന്ന് ലൈറ്റ്നിങ് സർജുകളാണ്, അതായത് നമ്മുടെ മഴക്കാലത്ത് ഉണ്ടാകുന്ന ഇടി വെട്ടുമ്പോൾ ഉണ്ടാകുന്ന സർജ് ഉണ്ടല്ലോ, ആ സർജുകളാണ് ലൈറ്റ്നിങ് സർജ് എന്ന് പറയുന്നത്. ഇനി ഒരു ടൈപ്പ് ഉള്ളത് ഇലക്ട്രിക്കൽ സർജുകളാണ്. ഇലക്ട്രിക്കൽ സർജ് എന്ന് പറയുന്നത് ഈ വലിയ മെഷീനറികൾ, അതുപോലെ വലിയ വലിയ മോട്ടറുകൾ, ഇലക്ട്രിക്കൽ വലിയ വലിയ ഹെവി ആയിട്ടുള്ള ഇലക്ട്രിക്കൽ ഉപകരണങ്ങൾ ഓഫ് ചെയ്യുക, ഓൺ ചെയ്യുകയൊക്കെ ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന ചെറിയ സർജുകളാണ് ഇലക്ട്രിക്കൽ സർജുകൾ എന്ന് പറയുന്നത്. ഇത്തരം ഇലക്ട്രിക്കൽ സർജുകൾ നമ്മുടെ ഈ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള എക്യുപ്മെൻറ്റിനാണ് ഏറ്റവും അധികം ഡാമേജ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത് വെച്ചാൽ നമ്മുടെ ഈ വലിയ ഫാക്ടറികൾ, അതുപോലെ വലിയ ഇലക്ട്രിക്കൽ മോട്ടറുകളൊക്കെ ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന മില്ലുകളൊക്കെ ഉണ്ടല്ലോ, ഇതിൻ്റെയൊക്കെ പരിസര പ്രദേശങ്ങളിലുള്ള ബിൽഡിങ്ങുകളിലാണ് ഈ ഇലക്ട്രിക്കൽ സർജുകൾ ഏറ്റവും അധികം എഫക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരം ഇലക്ട്രിക്കൽ സർജുകൾ നമ്മുടെ ഇത്തരം അപ്ലയൻസിനെ, ഈ കമ്പ്യൂട്ടറുകളെയൊക്കെ ഡാമേജ് ആക്കും. ഇതിന് നമുക്ക് പ്രത്യേകിച്ച് ഇത് എന്തുകൊണ്ടാണ് സംഭവിച്ചത് നമുക്ക് മനസ്സിലാവുകയില്ല. നമ്മൾ വിചാരിക്കും ചിലപ്പോൾ ആ ഒരു മെയ്ക്കിൻ്റെ പ്രശ്നം കൊണ്ടായിരിക്കും, അപ്ലയൻസിൻ്റെ ആ മെയ്ക്കിൻ്റെ പ്രശ്നം കൊണ്ട് എന്തെങ്കിലും ആയിരിക്കും, ഒരു മാനുഫാക്ചറിങ് ഡിഫക്റ്റ് ആയിരിക്കും അങ്ങനെ കംപ്ലൈൻ്റ് ആകുന്നൊക്കെ വിചാരിക്കാം. ശരിക്കും അവിടെ ഈ സർജുകൾ അവിടെ ഉണ്ടാകുന്നതുകൊണ്ടാണ് ഇത്തരം പ്രശ്നങ്ങൾ ഏറ്റവും അധികം അവിടെ സംഭവിക്കുന്നത്. അപ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ ഒഴിവാക്കുന്നതിന് ഇത്തരം ഈ സർജുകളിൽ നിന്നുള്ള, ഇതിപ്പോൾ ലൈറ്റ്നിങ് സർജ് ആയാലും അതുപോലെ ഇലക്ട്രിക്കൽ സർജിൽ നിന്നായാലും ഉണ്ടാകുന്ന ഇത്തരം പ്രശ്നങ്ങളിൽ നിന്ന് നമ്മുടെ അപ്ലയൻസിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് നമ്മുടെ ഇലക്ട്രിക് സിസ്റ്റത്തിൽ ഒരു ഡിവൈസ് ആഡ് ചെയ്യേണ്ടതുണ്ട്. അതിൻ്റെ പേരാണ് സർജ് പ്രൊട്ടക്ഷൻ ഡിവൈസ് എന്ന് പറയും. ഈ ഡിവൈസാണ് നമ്മുടെ അപ്ലയൻസിനെ, ഈ വിലപിടിപ്പുള്ള അപ്ലയൻസിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. എന്തിൽ നിന്ന്? ഈ സർജിൽ നിന്നൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് ഈ ഡിവൈസാണ്. ഈ SPD എന്ന് പറയും, സർജ് പ്രൊട്ടക്ഷൻ ഡിവൈസ്. ഈ SPD പ്രധാനമായും 3 ടൈപ്പിലുള്ള SPDs ഉണ്ട്. ടൈപ്പ് 1, ടൈപ്പ് 2, ടൈപ്പ് 3 എന്നാണ്. ടൈപ്പ് 1 എന്ന് പറയുന്നത് ഈ ലൈറ്റ്നിങ് സർജിയിൽ നിന്ന് നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. ടൈപ്പ് 2 എന്ന് പറയുന്നത് ഈ ഇലക്ട്രിക്കൽ സർജിൽ നിന്നും നമ്മുടെ ഡിവൈസിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ളത്. ടൈപ്പ് 3 എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ചെറിയ ചെറിയ സർജിൽ നിന്ന് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതായത് നമ്മുടെ ഈ മൾട്ടിപിൻ സോക്കറ്റൊക്കെ ഉണ്ടാവുമല്ലോ, അതിൻ്റെയൊക്കെ അകത്ത് സർജ് പ്രൊട്ടക്ടർ ഒന്നും ഉണ്ടാവും. അപ്പോൾ അതൊക്കെ അതിൻ്റെ ചെറിയൊരു MOV പോലെ ചെറിയൊരു സാധനം ഉണ്ടാവുക. അതാകുമ്പോൾ ചെറിയൊരു സർജുകളൊക്കെ അതൊക്കെ അത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ സർജുകളാണ്, ഇത്തരം സർജ് പ്രൊട്ടക്ടറുകളാണ് നമ്മുടെ ഇലക്ട്രിക്കൽ സിസ്റ്റത്തിൽ നമ്മൾ ആഡ് ചെയ്തിരിക്കണം. ഇതെല്ലാം ഇലക്ട്രിക്കൽ സിസ്റ്റത്തിനും ആഡ് ചെയ്തിരിക്കണം. ഇത് ഒരു ഇൻഷുർ എടുക്കുന്നത് പോലെയാണ്. ഇത് നമ്മൾ ഇൻഷുർ എടുക്കുമ്പോൾ യൂഷ്വലി ഒരു പേയ്മെൻറ്റ് മുടക്കിയിട്ടുണ്ടാകും. പക്ഷേ അത് എപ്പോഴാണോ നമുക്ക് ആവശ്യം വരുന്നത് ആ സമയത്ത് ഒരു വലിയൊരു സാമ്പത്തിക ബാധ്യത നമ്മൾ സംരക്ഷിക്കുന്നത് പോലെ തന്നെയാണ് ഈ SPDകൾ നമ്മുടെ ഇലക്ട്രിക്കൽ സിസ്റ്റത്തിൽ നമ്മൾ പുതുതായിട്ട് ചെയ്യുന്ന ഇലക്ട്രിക് വയറിങ്ങുകളിലൊക്കെ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഒരു വലിയ സാമ്പത്തിക ബാധ്യത നമുക്ക് ഒഴിവാക്കി കിട്ടും. കാരണം ഇത് എല്ലാ എക്യുപ്മെൻറ്റുകളും എല്ലാ അപ്ലയൻസുകളും ഒക്കെ വളരെ വിലപിടിക്കുള്ളതാണ്. അപ്പോൾ അത്തരം സാധനങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഇത്തരം SPD നമ്മുടെ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കണം.
അപ്പോൾ ഞങ്ങൾക്ക് ഇത്തരം ഇലക്ട്രിക്കൽ വയറിങ് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ ഈ പ്രധാനപ്പെട്ട ഈ 3 സേഫ്റ്റികൾ ഉറപ്പുവരുത്താറുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുള്ള വയറിങ് സേഫ്റ്റി, അതുപോലെ അപ്ലയൻസ് സേഫ്റ്റി, അതുപോലെ ഹ്യൂമൻ സേഫ്റ്റി. 3 സേഫ്റ്റികൾ ഞങ്ങൾ ചെയ്യുന്ന എല്ലാ വയറിങ്ങിലും നമ്മൾ ഉൾപ്പെടുത്താറുണ്ട്. അപ്പോൾ നിങ്ങളും ഇതിൽ പുതിയ ഇലക്ട്രിക്കൽ വയറിങ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിലൊക്കെ ഈ 3 സേഫ്റ്റികൾ ഉറപ്പുവരുത്തുന്നുണ്ടെന്നുള്ളത് നിങ്ങൾ ഒന്ന് കൺഫേം ചെയ്യണം. ഓക്കെ, ഇറ്റ്സ് മീ രൂപേഷ് പതാലിൽ ഇലക്ട്രിക്കൽ കോൺട്രാക്ടർ.